ലൂസിഫറിന്റെ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട പ്രജകളെ, നിങ്ങൾക്കെന്റെ അഭിവാദനം. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനും ഈ വർഷത്തേക്കുള്ള പുതിയ മാർഗരേഖകൾ രൂപീകരിക്കുവാനുമാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആദ്യം കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളെ നമ്മളൊന്ന് വിലയിരുത്തുന്നു. നിങ്ങളുടെ വിലയിരുത്തലുകൾ പറയാനുള്ള അവസരമാണിത്. അൽ-ഖ്വയ്ദി ഉപയോഗിച്ച് കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്ത ആക്രമണങ്ങൾ വലിയ വിജയമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ലിബിയയിലും ഇറാഖിലും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും നമ്മൾ പ്ലാൻ ചെയ്ത ആഭ്യന്തര കലഹങ്ങൾ ഫലപ്രദമായിരുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എനിക്ക് ചില ആശങ്കകളുണ്ട്. നമ്മൾ യുദ്ധം പ്ലാൻ ചെയ്തതുകൊണ്ട് നമുക്ക് എന്തു പ്രയോജനം? ഒരുപാട് നിരപരാധികൾ മരിക്കുന്നതല്ലാതെ നരകത്തിലേക്ക് എത്ര പേർ എത്തുന്നു എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിരപരാധികൾ തനിച്ച് സ്വർഗത്തിൽ പോയാൽ അതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം? കൂടുതൽ പേരെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുവാൻ കാര്യക്ഷമമായി എന്തെങ്കിലും ചെയ്യണം. അതിന് ഞങ്ങൾ കുട്ടിപ്പിശാചുക്കൾ ചില പ്ലാൻസ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാ? പുതിയ തലമുറയുടെ ആശയത്തിന് യാതൊരു വിലയുമില്ലല്ലോ. നിങ്ങളുടെ ആശയം എന്താണെന്ന് പറയൂ. കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് കൂടുതൽ ആളുകളെ കിട്ടണമെങ്കിൽ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവരെ നമ്മുടെ ശീലങ്ങൾ പഠിപ്പിക്കണം. അവർ മൊറാലിറ്റിയെ കുറിച്ച് അറിയാൻ ഇടയാകരുത്. ധാർമ്മിക മൂല്യങ്ങൾ ചെറുപ്പത്തിൽ തന്നെ പഠിച്ചാൽ അവരെ നമുക്ക് കിട്ടില്ല. മാതാപിതാക്കന്മാരെയും ഗുരുക്കന്മാരെയും അനുസരിക്കുന്ന കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അവരുടെ മതപരമായ കാര്യങ്ങൾക്കുള്ള താല്പര്യത്തെ നമ്മൾ തടയണം. കാറ്റഗിസം പോലുള്ളവ നമ്മൾ തടഞ്ഞേ മതിയാവൂ. അവരുടെ പഠനം നമ്മൾ കലക്കും. അതിനായി ഞങ്ങൾ ചില പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഭൂമിയിൽ മുഴുവൻ ഇപ്പോൾ കമ്പ്യൂട്ടറിന്റെ അതിപ്രസരമാണ്. കമ്പ്യൂട്ടറിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. ഇമെയിൽ, ഇന്റർനെറ്റ്, ഫേസ്ബുക്ക് തുടങ്ങിയവ ഉപയോഗിച്ച് വിപുലമായ ഒരു കർമ്മ പദ്ധതിയാണ് ഇത്തവണ ഞങ്ങൾ രൂപം കൊടുത്തിരിക്കുന്നത്. കൊള്ളാം. നല്ല ആശയം. ഇവരുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുവാൻ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. കമ്പ്യൂട്ടറിന്റെ പരിജ്ഞാനമില്ലാത്ത പിശാചുക്കൾക്കായി ആവശ്യമെങ്കിൽ കമ്പ്യൂട്ടർ പഠന ക്ലാസുകൾ ഏർപ്പെടുത്തുന്നതാണ്. പുതിയ തന്ത്രങ്ങൾ ഉപയോഗിച്ച് എല്ലാവരെയും നമ്മുടെ രീതികളിലേക്ക് കൊണ്ടുവരുവാൻ എല്ലാ പിശാചുക്കളെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഇതാ ഞങ്ങൾ ഭൂമിയിലെ കുടുംബങ്ങളിലേക്ക് യാത്രയാകുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ചാലും. കൊള്ളാം. പോയി ജയിച്ചു വാ. ഞങ്ങളുടെ നേതാവായ ലൂസിഫറെ, അങ്ങയുടെ ഇഷ്ടം നരകത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ. മോനെ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ഒന്ന് സഹായിക്കടാ. അമ്മേ, ഞാൻ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ? മോനെ, ഞാൻ പറയുന്ന ഒന്ന് അനുസരിക്കടാ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് വിളിക്കരുതെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എനിക്ക് അത്യാവശ്യമായിട്ട് 3-4 മെയിൽ അയക്കാനുണ്ട്. അതിനുശേഷം ചാറ്റും ചെയ്യാനുണ്ട്. നീ ഇത്രയും സമയമായിട്ടും എണീറ്റില്ലേ? കമ്പ്യൂട്ടർ ഓഫാക്കി വല്ലതും പഠിക്കടാ. അമ്മേ, അമ്മേ, പുതിയ സ്മാർട്ട് ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. എനിക്കൊരെണ്ണം വാങ്ങിത്തരാൻ ഡാഡിയോട് പറയാമോ? നിന്റെ ഡാഡിയുടെ തുച്ഛമായ ശമ്പളം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നിനക്കറിയാവുന്നതല്ലേ? അമ്മേ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഒന്നുമില്ലാത്തവനായിട്ട് ഞാൻ മാത്രം. മോനെ, നീ ഒന്നുമില്ലാത്തവനാണെന്നോ? കഴിഞ്ഞ മാസമല്ലേ ഒരു പുതിയ ഫോൺ വാങ്ങിത്തന്നത്? കമ്പ്യൂട്ടർ വേണമെന്ന് പറഞ്ഞപ്പോൾ അതും തന്നു. മാർക്കറ്റിൽ ഇറങ്ങുന്ന എല്ലാ ബ്രാൻഡും വാങ്ങിത്തരാനാവുമോ? എന്തു പറഞ്ഞാലും ഓരോ ന്യായങ്ങൾ പറയും. കർത്താവേ, വല്ലോ അംബാനിയുടെ മകനായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. നിന്നെ ഇത്രയും സ്നേഹിച്ചിട്ട് ഇങ്ങനെയാണോ ഞങ്ങളോട് പറയുന്നത്? സ്നേഹം പോലും ആവശ്യമുള്ളതൊന്നും വാങ്ങിത്തരാതെ പിന്നെ എന്ത് സ്നേഹമെന്നാ നിങ്ങൾ പറയുന്നത്? ഡാഡി വരുന്നുണ്ട്, നീ പറയുന്നതൊന്നും ഡാഡി കേൾക്കണ്ട. നിന്നെ എന്തിനാ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ നിന്നും പുറത്താക്കിയത്? എന്നെ പുറത്താക്കിയെന്നോ? ഡാഡി ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ്. നീ എന്നോട് നുണ പറയുന്നോ? സംഭവിച്ചതെല്ലാം ഞാൻ അറിഞ്ഞു. വരുന്ന വഴി നിന്റെ സാറിനെ കണ്ടിരുന്നു. നിന്റെ കൂട്ടുകെട്ടുകൾ ശരിയല്ലെന്നും
ഹോംവർക്കുകൾ ചെയ്യാറില്ലെന്നും പലപ്പോഴും നീ ക്ലാസ്സിൽ പോലും കയറാറില്ലെന്നും കേട്ടാൽ ഡാഡിക്ക് സഹിക്കാനാവുമോ? എൻ്റെ ദൈവമേ, ഇതൊക്കെ എനിക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാതെ ഇവിടെ ജീവിക്കുന്നതിലും ഭേദം എങ്ങോട്ടെങ്കിലും പോകുന്നതാ. അവനെ ഒന്ന് തിരിച്ചു വിളിക്കേ. അവൻ എവിടെ പോകാനാ? വന്നോളും. കുടുംബ പ്രാർത്ഥനയിൽ ഞാൻ ഇന്നുവരെ അവന് വേണ്ടിയാ പ്രാർത്ഥിച്ചത്. നമ്മുടെ മോനെ ദൈവം കാത്തോളും. നീ ഇവിടെ വന്നിരിക്കുകയാണോ? ടോണിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. എന്റെ ജീവിതം തന്നെ പ്രശ്നത്തില. അപ്പോഴവന്റെ ഒരു ബർത്ത്ഡേ പാർട്ടി. ഇവൻ ഇന്ന് ചൂടിലാണല്ല. എന്തു പറ്റി? നിന്നെ നിയന്ത്രിക്കാൻ ഇവിടെ ആരുമില്ല. നിന്റെ അപ്പനും അമ്മയും അങ്ങ് സ്റ്റേറ്റ്സിലല്ലേ. അപ്പനോടും അമ്മയോടും കൂടെ ജീവിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് നിനക്കെങ്ങനെ മനസ്സിലാവും? ഒരു ജാതി ഗഡി ഇഷ്ട. എന്തുട്ര പ്രശ്നം? എന്നിട്ട് പറയടാ, ഞാൻ പരിഹരിച്ചു തരാം. രാവിലെ ഒന്ന് ഫേസ്ബുക്ക് നോക്കാൻ ഇരുന്നതേ ഉള്ളൂ. അപ്പോൾ അമ്മയെ സഹായിക്കണമെന്നും പറഞ്ഞ് വിളിച്ചു. ഒരു മൊബൈൽ വാങ്ങിത്തരാൻ പറഞ്ഞപ്പോൾ അതിനും കുറേ ന്യായങ്ങൾ. അതിനിടയിൽ ക്ലാസ് ടീച്ചർ അച്ഛനെ കണ്ടു. അപ്പം നമ്മുടെ ഗ്യാങ്ങിനെ കുറിച്ചും പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങളെല്ലാം അറിഞ്ഞു. വീട്ടിൽ വന്നപ്പോൾ അപ്പൻ്റെ വക വഴക്ക്. ഞാനിങ്ങ് ഇറങ്ങിപ്പോന്നു. ഈ പാരൻസിനെ കൊണ്ട് തോറ്റു. ഇവർക്കെല്ലാം അറിയാമെന്നാണ് ഭാവം. എന്നാലോ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാൻ പോലും അറിയില്ല. അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കണ്ടേ? അതുമില്ല. എൻ്റെ പാരൻസിന് ആണെങ്കിൽ എന്നെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പോലും ഇല്ല. പിന്നെ എല്ലാ മാസവും അക്കൗണ്ടിലേക്ക് കാശ് വരുന്നത് കൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഈ പേരൻസിനെ ഒതുക്കാൻ എന്താ ഒരു വഴി? എന്താണോ രാവിലെ പാരൻസിനെ ഒതുക്കുന്നതിനെ കുറിച്ചൊരു സംസാരം? ഒന്നുമില്ല സാറേ. ഒന്നുമില്ലാതില്ല. ചിലതൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പനെ ഞാൻ കണ്ടിരുന്നു. ഇതാ ഈ പാരൻസിൻ്റെ ഒരു കുഴപ്പം. എന്തെങ്കിലും അറിഞ്ഞാൽ അത് സീക്രട്ടായിട്ട് വെക്കാൻ ഇവറ്റകൾക്ക് അറിയില്ല. ഞാനും ഇവൻ്റെ അപ്പനും നേരത്തെ മുതൽ കൂട്ടുകാരാ. നിനക്കറിയാമോ, നിന്റെ അപ്പൻ്റെ ഏറ്റവും വലിയ ആകുലത നിന്നെക്കുറിച്ചാ. ഇവനെക്കുറിച്ച് എന്തിനാണ് ഇത്രയധികം ആകുലപ്പെടണേ? അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അല്പം കൂടി വളരണം. ഞാൻ പറയുന്നത് മാത്രം ശരിയെന്ന് ചിന്തിക്കുന്ന പ്രായമാണ് നിങ്ങളുടേത്. ആരും ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല. അത് നിങ്ങളുടെ തോന്നലാണ്. നിങ്ങൾ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെ തിരുത്തുന്നത്. കാറ്റഗിസം ക്ലാസ്സിൽ എത്രയോ തവണ ഞാനിതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്തൊട്ട് തേങ്ങയുടെ മൂട്. പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം, എന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാഴ്ചപ്പാടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാകണം. നിങ്ങൾക്ക് നിങ്ങളുടേതായ കാഴ്ചപ്പാടുകൾ വേണം. എന്നാൽ തെറ്റായ കാഴ്ചപ്പാടുകൾ തിരുത്താനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം. മക്കളെ, ഞാനൊരു കാറ്റഗിസം ടീച്ചറാണ്. നിങ്ങളുടെ നന്മയെ കരുതിയാണ് ഇത് പറയുന്നത്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നീ ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണമെന്നല്ലേ തിരുവചനം പഠിപ്പിക്കുന്നത്? അതുപോലെ തന്നെയാണ് മറ്റു ധാർമ്മിക മൂല്യങ്ങളുടെ കാര്യവും. ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ലാതെ പോകുന്നതും ഇതുതന്നെയാണ്. നിങ്ങൾക്ക് ഇമെയിൽ, ഫേസ്ബുക്ക്, ഇന്റർനെറ്റ് ഇതൊക്കെ അറിയാമായിരിക്കും. പക്ഷേ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് അറിയില്ല. എന്നാൽ നിങ്ങളുടെ പാരൻസിന് ഇതേക്കുറിച്ചറിയാം. അതുകൊണ്ടാണ് അവരെ ബഹുമാനിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഈ ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ച് അറിയാൻ എന്താ ഒരു വഴി? കുട്ടികളിൽ ധാർമ്മിക ബോധ്യങ്ങൾ വളർത്തിയെടുക്കാനാണ് ഫരീദാബാദ് രൂപത ഈ വർഷം കാറ്റഗീസിസ് ഫോർ ദ എംപവർമെന്റ് ഇൻ മോറൽ വാല്യൂസ് എന്ന മോട്ടോ സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ഭരണികുളങ്കര പിതാവ് കാറ്റഗിസത്തിന്റെ ഇനാഗുറൽ മെസ്സേജ് നൽകിയത് നിങ്ങൾ കേട്ടതല്ലേ? ധാർമ്മികമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു നല്ല തലമുറ നിങ്ങളിലൂടെയാണ് വളർന്നു വരേണ്ടത്.
ധാർമ്മിക മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങൾ ഒന്നു ചേർന്ന് പരിശ്രമിക്കുന്നതാണ്. നിങ്ങൾ തനിച്ചല്ല. നിങ്ങളെപ്പോലെ ധാർമ്മികമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരും അവർക്ക് നേതൃത്വം കൊടുക്കുന്നവരുമായ ഒരുപാട് പേരുണ്ട്. ദേ നോക്കിക്കേ, അവരെല്ലാം നിങ്ങളെപ്പോലെ തന്നെ ഉറച്ച തീരുമാനങ്ങൾ എടുത്തവരാണ്. ധാർമ്മിക മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ ഇനി നമ്മൾ ഒരുമിച്ച് പരിശ്രമിക്കും.